ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡെക്കറേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഡെക്കറേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചെയ്യണത് 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ അതിനിവിടെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് എന്താ പറയുക ഷാർപ്പ് എഡ്ജൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഡോറ തീം കേക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറിലുള്ള കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോളാക്കിയിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഗ്രാസ് ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. താഴെ നിന്നും പ്രസ് ചെയ്യുക, താഴെ കുറച്ച് കൂടുതലായിട്ട് പ്രസ് ചെയ്യുക, മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ഒന്ന് പ്രസ്സിങ് കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുറ്റിലും ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാസിൻ്റെ ആ ഒരു എഫക്റ്റാണ് നമുക്ക് തോന്നുക അല്ലേ. അപ്പോൾ ഇനി സൈഡിലായിട്ടും ഇതുപോലെ തന്നെ 2-3 സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്രാസിൻ്റെ ഡിസൈൻ തന്നെ കൊടുക്കാം കേട്ടോ. ടോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ ടോപ്പിൽ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ താഴെ 2 സ്ഥലങ്ങളിലായിട്ട് കൊടുത്തു, ഇനി മുകളിലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഡോറ തീം കേക്കാണ്. അപ്പോൾ ഡോറിൻ്റെ സ്റ്റിക്കിൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റിക്ക് വെച്ചത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പിലായിട്ട് ഇതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ ടോപ്പിൽ വേണ്ടാന്നുണ്ടെങ്കിൽ സ്റ്റിക്കൊന്നും കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിനെ കൂളാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 kg വാനില ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇതും ഫൈനൽ കോട്ടിങ് ചെയ്ത് ഷാർപ്പ് എഡ്ജാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഓപ്പൺ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക പേള് പോലുള്ള ആ ഒരു ഡെക്കറേഷൻ വരും. അതിൻ്റെ ടോപ്പിലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോപ്പിൽ അതിൻ്റെ ആ എഡ്ജിലല്ല കൊടുക്കുന്നത്, കുറച്ചൊന്നിങ്ങനെ സൈഡിലേക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി റോസ് ഫ്ലവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പിങ്ക് കളർ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫ്ലവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെറ്റൽ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു റോസ് ഫ്ലവർ ചെയ്യുന്നത്. നല്ല തിക്കായിട്ടുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റോസ് ഫ്ലവർ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലും 2-3 ഫ്ലവേഴ്സായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ 2 കോർണറിലായിട്ടാണ് ഞാൻ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലീഫ് നോസിൽ വെച്ചിട്ട് ലീഫും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് ഒരു 2 ടയർ കേക്കാണ്. അപ്പോൾ 1.5 കിലോ വെയിറ്റ് വരുന്ന 2 ടയർ കേക്കാണ്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് 7 ഇഞ്ചിലും ഇതിൻ്റെ മുകളിലായിട്ട് 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ചിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനെ ഞാനിവിടെ സ്റ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 4 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഡെക്കറേഷനായിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ബോൾസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സ്റ്റിക്കോട് കൂടിയിട്ടുള്ള ബോൾസാണ് ഇപ്പോൾ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ കേക്കിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിന് കോമ്പിനേഷനായിട്ട് തന്നെ പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ള ബോൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോൾസിൽ പാക്കറ്റിൽ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള പല സൈസിലുള്ളത് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ വെയിറ്റുള്ള എന്താ പറയുക ഫോണ്ടൻറ്റിലൊക്കെ ഇതുപോലെ ബോൾസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് വെയിറ്റ് കൂടിയിട്ട് കേക്ക് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ബോൾസൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ്ലെസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര വെച്ച് കഴിഞ്ഞാലും കേക്കിന് ഡാമേജ് ഒന്നും വരില്ല കേട്ടോ. താഴെ ഭാഗത്തായിട്ട് ഫോണ്ടൻറ്റിൻ്റെ ഷൂ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ ഷൂ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ ഈ ഒരു ഷൂനെ നേരിട്ടിട്ട് തന്നെ അതിൽ ബേസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് സ്റ്റിക്ക് ആവില്ലല്ലോ. അപ്പോൾ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു കേക്കിന് മാച്ചായിട്ട് തന്നെ പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ടെഡി ബിയർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടെഡി ബിയർ ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷൂവിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ 2 വീഡിയോസും ആവശ്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് തന്നെ നെയിം എഴുതി കൊടുക്കണം. അപ്പോൾ നെയിം ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണ്ടൻറ്റ് ഡ്രൈ ആക്കിയതിൻ്റെ ശേഷം മാത്രമേ വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കേക്കിൽ നിന്ന് സ്ലിപ്പായിട്ട് താഴത്തേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടോൾ കേക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്.
സൈഡിലായിട്ട് സ്റ്റാറുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റിക്കിലായിട്ട് ഗ്ലൂ വെച്ചിട്ട് എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ സെൻറ്ററിലായിട്ട് ഡോറനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നെയിം കൊടുത്തിട്ടുള്ളതും ഡ്രൈ ആക്കിയതിൻ്റെ ശേഷമാണ് നമ്മൾ നെയിം വെച്ചിട്ടുള്ള ആ ഒരു ഫോണ്ടൻറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്ലിപ്പായിട്ട് താഴത്തേക്ക് വരും. അപ്പോൾ ടോപ്പിൽ വെക്കുന്നതാണെങ്കിൽ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന 2 ടയർ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഷൂവും അതുപോലെ തന്നെ ടെഡി ബിയറൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ബോൾസ് എല്ലാം നമുക്ക് തലേ ദിവസം തന്നെ കേക്കിൽ വെച്ച് കഴിഞ്ഞാലും കംപ്ലൈൻ്റ് ഒന്നും വരില്ല കേട്ടോ. നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ക്വയർ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നെയിം നമ്മുടെ ഗണേഷ് വെച്ചിട്ടാണ് നെയിം കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൽ കാണിച്ചിട്ടുള്ള 3 ഡെക്കറേഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡെക്കറേഷൻ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്